Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chaku, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the first part of the topic, types of financial markets, from the subject Financial Services for BBA Semester 3 students of the Kerala University. Let us discuss the types of financial markets. The first type of financial market is the money market. It is a market for short-term funds, normally up to 1 year. It refers to the institutional arrangement which deals with the short-term borrowing and lending of funds. It is a short-term credit market. ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അവിടെ ഫണ്ട്സിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്, അതായത് ബോറോയിങ്ങോ ലെൻഡിങ്ങോ ഈ ഫങ്ഷൻസൊക്കെ നടക്കുന്നത് ഒരു ഹ്രസ്വകാലത്തേക്ക്, ഉദാഹരണത്തിന് പറയുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ ഏകദേശം ഒരു വർഷം വളരെ ചുരുങ്ങിയ കാലയളവിലേക്ക് നടക്കുകയാണെങ്കിൽ അത്തരം മാർക്കറ്റുകളെ നമുക്ക് പറയുന്ന പേരാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻ്റാണ്, അതായത് ഹ്രസ്വകാലത്തേക്കുള്ള ഫണ്ടിൻ്റെ ബോറോയിങ്ങും ലെൻഡിങ്ങും നടക്കുന്ന ഒരു സംവിധാനം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ ഫണ്ട് ബോറോ ചെയ്യാൻ ആൾക്കാരുണ്ടാകും, ആ ഫണ്ട് ലെൻഡ് ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകും. ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും മണി മാർക്കറ്റ് ഒരു ഷോർട്ട് ടേം ക്രെഡിറ്റ് മാർക്കറ്റ് ആയിരിക്കും. ഹ്രസ്വകാലത്തേക്കാണ് അത് വായ്പ നൽകുന്നതൊക്കെ. മണി മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ ഇനി വരും ലെക്ചറിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ ഒന്നാമത്തത് മണി മാർക്കറ്റാണ്. മണി മാർക്കറ്റിൻ്റെ പ്രത്യേകത ഷോർട്ട് ടേം ഫണ്ട്സിൽ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇസ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഇഷ്യൂ ആൻഡ് ട്രേഡിംഗ് ഓഫ് ലോങ് ടേം സെക്യൂരിറ്റീസ്. The term to maturity should be longer than 3 years. The securities traded in capital market are informally classified into short-term, medium-term and long-term securities depending on their term to maturity. It is a market for long-term borrowing and lending of funds. Capital market എന്ന് പറയുമ്പോൾ മണി മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോങ് ടേം സെക്യൂരിറ്റീസിലാണ് ഡീൽ ചെയ്യുന്നത്, ലോങ് ടേം ഫണ്ട്സുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതായത് ലോങ് ടേം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനും അത് ട്രേഡ് ചെയ്യാനും ഉള്ള ഒരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള സെക്യൂരിറ്റീസ്, ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. എപ്പോഴാണോ അത് മെച്യൂർ ആകുന്നത് അതിനനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം എന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. പൊതുവിൽ ഈ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഫണ്ട്സിൻ്റെ ബോറോയിങ് ആയാലും ലെൻഡിങ് ആയാലും അതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 3 വർഷത്തിൽ കൂടുതലായിരിക്കും. മണി മാർക്കറ്റിൽ ഇത് 1 വർഷവും 3 വർഷത്തിൽ താഴെയുമായിരുന്നു. ഇവിടെ നേരെ തിരിച്ച് 3 വർഷത്തിൽ കൂടുതലായിരിക്കും ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിൽ ചിലവർ കടമെടുക്കുന്ന തുക തിരിച്ചു കൊടുക്കേണ്ടത് 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ കടം കൊടുക്കുന്ന ആൾക്ക് നേട്ടം ലഭിക്കുന്നത് 3 വർഷത്തിന് ശേഷമായിരിക്കും. 3 വർഷം എന്ന് പറയുന്നത് ഏറ്റവും മിനിമം പീരീഡാണ്. 3 വർഷത്തിന് കൂടുതലായിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫണ്ടിൻ്റെ ഡീലിംഗ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ബോറോയിങ്ങിനും ലെൻഡിങ്ങിനും ഉള്ളതാണ്. ഫണ്ട്സിൻ്റെ ലോങ് ടേം ബോറോയിങ്ങിനും ലെൻഡിങ്ങിനും ഉള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ബോറോയിങ്ങിനും ലെൻഡിങ്ങിനും ഉള്ളതാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മാർക്കറ്റ് ഫോർ ലോങ് ടേം ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഓഫ് ഫണ്ട്സ്. യൂഷ്വലി ദ മെച്യൂരിറ്റി പീരിയഡ് വിൽ ബി ലോങ്ങർ ദാൻ 3 years. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചും വളരെ വിശദമായിട്ട് വരും ലെക്ചേഴ്സിൽ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ രണ്ടാമത്തെ
ടൈപ്പായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ചുരുങ്ങിയ രീതിയിൽ നമ്മൾ പഠിക്കുന്നത് മാത്രം. Third type of financial market is the financial mortgages market. It is a market through which mortgage loans are granted to individual customers. Mortgage loans are granted against immobile property like real estate. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ മൂന്നാമത്തെ ടൈപ്പാണ് ഫിനാൻഷ്യൽ മോർഗേജസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് മോർഗേജ് ലോൺസ് അനുവദിക്കുന്ന അല്ലെങ്കിൽ അതിന് സാഹചര്യം ഒരുക്കുന്ന ഒരു മാർക്കറ്റാണ് മോർഗേജസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, വീടാകാം, വസ്തുവാകാം, സ്ഥലമാകാം, അങ്ങനെ ഉള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ മേൽ ആണ് എപ്പോഴും മോർഗേജ് ലോൺസ് അനുവദിക്കുന്നത്. ഇത്തരത്തിൽ മോർഗേജ് ലോൺസ് അനുവദിക്കുന്ന മാർക്കറ്റിനെയാണ് ഫിനാൻഷ്യൽ മോർഗേജസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മോർഗേജ് ലോൺസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് മോർഗേജ് ലോൺ എന്ന് നമ്മൾ അറിയണം. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് മോർഗേജ് അല്ലെങ്കിൽ മോർഗേജ് ലോൺ എന്താണ്? മോർഗേജ് ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ സ്പെസിഫിക് immovable property for the purpose of securing loans. The transferor is called mortgager and the transferee is called mortgagee. ഏതെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, വസ്തുവാകാം, വീടാകാം, ഇതിൻ്റെ മേൽ നമുക്ക് ഉണ്ടാകാനിടയുള്ള അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവകാശം, അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ഇൻട്രസ്റ്റിന് നമ്മൾ ലോൺ സെക്യൂർ ചെയ്യാൻ വേണ്ടി, വായ്പ ലഭിക്കാൻ വേണ്ടി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് കൈമാറുന്നതിനെയാണ് മോർഗേജ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഉടമസ്ഥതയിൽ വരാൻ പോകുന്ന വസ്തുവിൻ്റെ, വീടിൻ്റെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിക്ക് മോർഗേജർ എന്നും, ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരെ മോർഗേജി എന്നും വിളിക്കുന്നു. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു വീട് നിർമ്മിക്കണം അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കണം. അതിനുവേണ്ടി ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് വായ്പ അനുവദിക്കും. പക്ഷേ മോർഗേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാങ്ങുന്ന വീട് അല്ലെങ്കിൽ നിർമ്മിക്കുന്ന വീട് അതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്ക് ലോൺ അനുവദിക്കുന്ന അല്ലെങ്കിൽ പൈസ തരുന്ന ആൾക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന്, ഇൻസ്റ്റിറ്റ്യൂഷന് കൈമാറും. ഇതിനെയാണ് മോർഗേജ് എന്ന് പറയുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന വായ്പ നമ്മൾ മുഴുവൻ തിരിച്ചടച്ചു കഴിയുമ്പോൾ വീടിൻ്റെ ആയാലും വസ്തുവിൻ്റെ ആയാലും ഉടമസ്ഥാവകാശം നമുക്ക് തിരികെ ലഭിക്കും. ഈ ഒരു സംവിധാനത്തിനാണ് മോർഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ മൂന്നാമത്തെ ടൈപ്പാണ് ഫിനാൻഷ്യൽ മോർഗേജസ് മാർക്കറ്റ്. The common type of mortgage loan which are seen in India is residential mortgages. Housing Development Corporation, National Housing Bank, housing finance companies and life insurance corporation are prominent players in financing residential projects. ഇന്ത്യയിൽ സാധാരണയായി കണ്ടുവരുന്ന മോർഗേജ് ലോൺസ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ മോർഗേജസ് ആണ്. അതായത് വീട് വാങ്ങാനും നിർമ്മിക്കാനും ഒക്കെയായി നൽകുന്ന വായ്പകളെയാണ് ഇന്ത്യയിൽ സാധാരണയായി മോർഗേജ് ലോൺസ് എന്ന ഇനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാമാണ് റെസിഡൻഷ്യൽ പ്രോജക്ട്സിനെ ഫിനാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ മോർഗേജ് ലോൺ നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ യു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is a money market? Second question, what is a capital market? And third question, what is mortgage? I hope all of you have understood the first part of the topic, types of financial markets, quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.